4 സൈഡിൽ ഓട്ടോ ഇട്ടിട്ട് 3D സെക്ഷൻ എന്ന് പറയുന്നതാണോ നല്ലത്, ഒരു സൈഡിൽ മാത്രം ഓട്ടോ ഇടുന്ന രീതിയാണോ? ഇത് ചിന്തിക്കാനുള്ള കഴിവ് മലയാളിക്കില്ല. മലയാളിയെ പറ്റിക്കാൻ എളുപ്പമാണ്, അത്രേ ഉള്ളൂ. ഈ പൈപ്പുണ്ട്, പക്ഷേ ഈ പൈപ്പ് സാധാരണ എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ടെക്നീഷ്യൻ വരുമ്പം അയാൾക്ക് 1300 മുതൽ 1700 വരെ വില വരുന്നുണ്ട്. ആ പൈസ അവിടെ അടച്ചിട്ടാണ് ഈ പൈപ്പ് അന്നേരം ആ പുള്ളിയാണ് വെച്ച് തരുന്നത്. എന്നിട്ട് ഇതിൻ്റെ എൻഡ് ക്യാപ്പിന് 350 രൂപയും വരും. ഹായ്, കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്രത്യേക സംഭവമാണ്. ഇന്ന് നമ്മൾ ചില കസ്റ്റമേഴ്സ് ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, ചിലപ്പോൾ നമുക്ക് ഇതൊന്ന് വീഡിയോ എടുത്ത് വെക്കുവാണെങ്കിൽ വളരെ നല്ലതാണല്ലോ. കാരണം ചില സമയത്ത് ചില ആൾക്കാർ നിങ്ങൾ ആവശ്യപ്പെടേണ്ട ചോദ്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന ഉത്തരങ്ങൾ അതൊക്കെ ചില സമയത്ത് പെട്ടെന്ന് കയറി വരും. നമ്മൾ എന്താ പറയുന്നത്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരും. പക്ഷെ അത് നമുക്ക് ആ സമയത്തൊന്ന് വീഡിയോ എടുത്ത് വെക്കാനോ ഒന്നും പറ്റത്തില്ല. പക്ഷെ നമ്മൾ എന്താ പറയുന്നത്, അംഗീകരിച്ചൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അത് ചിലപ്പോൾ മറന്നുപോയെന്നിരിക്കും. അപ്പം അതുപോലെ കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിൽ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതുപോലെ ഇനിയും വീഡിയോകൾ ചെയ്യാനും ശ്രമിക്കാം. അപ്പം ഇവിടെ കസ്റ്റമർ വരുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, അതുപോലെ വീഡിയോ ചെയ്യാൻ പറ്റിയ ചെയ്തു തരാം. അപ്പോൾ ഇതിനകത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്ക്. ചിമ്മിനി എടുക്കാൻ വരുന്ന സമയത്ത് അവരുടെ കുറച്ച് ചോദ്യങ്ങളും അതിന് കൊടുക്കുന്ന കുറച്ച് ആൻസറുകളുമാണ്. എല്ലാം സിമ്പിളാണ്, നാടനായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ, നിങ്ങൾ പലരും ചോദിക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പലരും കേൾക്കാനായിട്ട് ആഗ്രഹിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ വീഡിയോ മിസ് ചെയ്യാതെ കാണുക. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് എന്നാന്ന് പറഞ്ഞാൽ, നിലവിൽ നമ്മൾ എന്താ പറയുന്നത്, ഗിഫ്റ്റുകളൊക്കെ ഒത്തിരി കൊടുക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ വേറെ സൂത്രം കാണിച്ചു തരാം. ഗിഫ്റ്റ് പൊതിയാനായിട്ട് വെച്ചിട്ടുണ്ട്. അതായത് നമ്മളിവിടെ സാധാരണ ഗിഫ്റ്റ് കൊടുക്കുന്ന പറഞ്ഞാൽ വലിയ പ്രോഡക്റ്റ് എടുക്കുന്നവർക്ക് മാത്രമേ ഗിഫ്റ്റ് കൊടുക്കാറുള്ളൂ. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും, 50,000 രൂപയ്ക്ക് മേളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് 50,000 അതിന് മേളിലോ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ OTG മിക്സി അല്ലെങ്കിൽ എന്താ പറയുന്നത് ഇത് ഫ്രയർ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എന്താ ഗ്രൈൻഡർ, നല്ല ഗ്രൈൻഡർ, സാധാ ലോക്കലല്ല, നല്ല ഗ്രൈൻഡർ, അങ്ങനെയുള്ള കുറേ ഐറ്റംസ് നമ്മളിങ്ങനെ കൊടുക്കുന്നുണ്ട്. അതിന് കൂടെ വേറെ ചെറിയ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കൂടാതെ ഇനിയിപ്പം നമ്മൾ ചെയ്യാൻ പോകണമെന്നു പറഞ്ഞാൽ, ഇവിടെ ചെറിയ ഒരു 2000 രൂപയുടെ സ്റ്റവ് എടുത്താലും അവർക്കും ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഗിഫ്റ്റ് എന്നൊക്കെയാണെന്ന് കാണണ്ടേ. സാധാരണ ഷോപ്പുകളിൽ നിങ്ങൾ ചെല്ലുമ്പോൾ കാണാൻ ഭയങ്കര സംഭവമായിട്ട് ഇങ്ങനെ പറയും, നിങ്ങൾ BMW തരും, മറ്റേ തരും, മറിച്ച് തരും എന്നൊക്കെ പറഞ്ഞ് ആളെ വിളിപ്പിക്കും. പക്ഷേ എനിക്ക് അനുഭവം ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാനൊരു ടാബ് എടുക്കാനായിട്ട് പോയി, ഈ സാധനം എടുക്കാനായിട്ട് പോയി. ഇതിൻ്റെ സാധനം കാണുമ്പോൾ തന്നെ ലൈറ്റ് ഇപ്പോഴാണ് കേട്ടോ, നേരത്തെ ഇടാൻ വരാണ്. ഇത് കേട്ടോ, ഇത് കാണുമ്പോൾ മനസ്സിലായി കാണുമല്ലോ, അത്യാവശ്യം വിലയുള്ള സാധനമാണ്. വിലയൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അതെടുക്കാൻ പോയപ്പോഴത്തേക്കിനും ഉള്ള ലൈറ്റും കൂടെ പോയി, കറണ്ടില്ല ഇവിടെ വന്ന്. അപ്പോൾ അതെടുക്കാൻ പോയപ്പോഴത്തേക്കിനും അത്രയും പൈസയുടെ സാധനം നമ്മൾ എടുത്തിട്ട് ഒരു ചെറിയൊരു കൂപ്പൺ തന്നിട്ട് പറഞ്ഞ്, ഇത് ആ ബോക്സിനകത്ത് ഇട്ടേര്, നിങ്ങൾക്ക് BMW കാർ കിട്ടുമെന്ന് പറഞ്ഞു. അതൊക്കെ അങ്ങനത്തെ അമ്മാതിരി പറ്റിക്കലൊന്നും ഇവിടെ ഇല്ല. ഇവിടെ നമ്മൾ അഷ്വേർഡ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് നമ്മൾ കൊടുക്കും. അത് ആ സമയത്ത് ഗിഫ്റ്റ് എന്ന് പറയുന്ന സാധനം അന്നേരം കിട്ടണം. ഞാൻ അവരോട് അപ്പോൾ ഇതിനൊരു പെന്ന് വേണമെന്ന് പറഞ്ഞു. ഞാനൊരു പെന്ന് ചോദിച്ചു, ആ പെന്ന് പോലും അവർ തന്നില്ല. ഞാൻ എന്നിട്ട് വേറെ ഇത് കണ്ടോ, ഞാൻ വേറെ പെന്ന് കാശ് കൊടുത്ത് വാങ്ങിക്കുമായിരുന്നു. അപ്പം ഇതിൻ്റെയൊക്കെ വില അറിയാമല്ലോ ഞാൻ പറയാതെ. അപ്പം പെന്നല്ല ഞാൻ ചോദിച്ചത്, പെന്ന് അങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പറ്റത്തില്ല. പെന്നല്ല ചോദിച്ചത്, ഇതിൻ്റെ പൗച്ച് എങ്കിലും നിങ്ങളൊരു ലോക്കൽ പൗച്ചെങ്കിലും തരാൻ വേണ്ടിയിട്ട് അതുപോലും അവർ തന്നില്ല. അതായത് ഗിഫ്റ്റ് ഒന്നും നമുക്ക് ഒരു സാധനം കിട്ടത്തില്ല. എത്ര രൂപയുടെ എമൗണ്ട് കൊടുത്താലും ഇതൊക്കെ പത്രത്തിലിട്ട് പരസ്യമായിട്ട് വിളിക്കുമെന്നല്ലാണ്ട് നമുക്ക് ഒരു സാധനവും കിട്ടത്തില്ല. ഈ ഗിഫ്റ്റ് എന്ന് പറയുന്ന സാധനം നമുക്ക് അന്നേരം കിട്ടണം അല്ലേ, അല്ലാതെ നമുക്ക് നിങ്ങൾ കൂപ്പൺ ഇട്ടോ അത് കഴിഞ്ഞ് പിന്നെ തരാം അങ്ങനെയൊന്നും കിട്ടിയിട്ട് കാര്യമില്ല. അപ്പം ഞാൻ നിലവിൽ ഞാൻ അവരോട് ഇതിനൊരു പൗച്ച് തരാമോ എന്ന് ചോദിച്ചു, അതുപോലും തന്നിട്ടില്ല. ആകെ നമുക്ക് ടാബ് മാത്രമാണ് കിട്ടിയത്. ഭാഗ്യത്തിന് ചാർജർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ ചാർജർ വാങ്ങിക്കേണ്ട വന്നില്ല കേട്ടോ. സാധാരണ ഐപാഡിലൊന്നും ഇത് ഐഫോണും ഈ ആപ്പിളിനൊന്നും ആക്സസറീസ് അവർ തരാറില്ല. പിന്നെ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, ചാർജർ കിട്ടിയിട്ടുണ്ട്, ചാർജറും USB കേബിളും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എനിവേ അതെന്തെങ്കിലും ആവട്ടെ. അപ്പം ഇതാണ് സംഭവം. അതായത് നമുക്ക് ഗിഫ്റ്റ് എന്ന് പറയുന്ന സാധനം അന്നേരം കിട്ടണം. ഒരു കവറാണെങ്കിലും മതി, അത് അന്നേരം കിട്ടണം. അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ആണെങ്കിലും അത് അപ്പം കിട്ടുമ്പോഴാണ് നമ്മൾ ഹാപ്പിയാകുന്നത്. പക്ഷേ ഇവിടെ ഞങ്ങൾ അങ്ങനെ കൊടുക്കാറുണ്ട്, ഞങ്ങളിവിടെ കൊടുത്തിട്ടുമുണ്ട്, ഇല്ലെന്നൊന്നുമല്ല. വാങ്ങിച്ചിട്ടുള്ള കസ്റ്റമർക്ക് എല്ലാവർക്കും അറിയാം, നമ്മളിവിടെ ഒരു ചിമ്മിനി മാത്രം എടുക്കാൻ വന്നാലും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ അതൊന്നുമല്ല. ഇപ്പം നിങ്ങൾ ഒരു 1500 രൂപയുടെ സാധനം ഇവിടുന്ന് വാങ്ങിച്ചാലും അതിനും ഒരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഗിഫ്റ്റൊക്കെ പൊതിയുന്നത് നിങ്ങളെ കാണിച്ചു തരാം. ഇത് ചുമ്മാ ഒന്നല്ല, ഇത് ഉള്ള സംഭവം. ഇതെല്ലാം ഇതുപോലെ നമുക്ക് കുറേ കൂടെ ഉണ്ട്. ഇതുപോലുള്ള സാധനങ്ങളെല്ലാം ഇതിനകത്ത് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്ന സാധനങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതായത് ഇത് കണ്ടോ, നിങ്ങൾക്ക് ഇൻഡക്ഷൻ ബേസ് ഉണ്ട്, ഇതുണ്ട് ഇൻഡക്ഷൻ ബേസ്, അതുപോലെ തന്നെ കുക്കർ വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടോ മിക്സികളുണ്ട്,
പിന്നെ അതിൻ്റെ വരണം ഫ്ലാസ്ക് ഉണ്ട്, പിന്നെ ബ്ലെൻഡറുണ്ട്, കുറേ സാധനങ്ങളുണ്ട്. പിന്നെ ഇതുപോലത്തെ സംഭവങ്ങൾ എന്താ അതിൻ്റെ വരുന്ന കെറ്റിൽ, പിന്നെ ഇതുപോലെ ദോശത്തവ, ഇതുപോലെ എന്തൊക്കെ സാധനങ്ങളുണ്ട്, കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പം നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഈ പറഞ്ഞുകൊണ്ട് ഇച്ചിരിയെങ്കിലും പ്രയോറിറ്റി ഉള്ള, അതായത് ആൾക്കാർക്ക് ഗുണമുള്ള ഗിഫ്റ്റാണ് കൊടുക്കുന്നത്. അത് കണ്ടത് ഇപ്പോൾ അതൊരു ഗിഫ്റ്റ് പൊതിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതുപോലുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. ഇതല്ലാണ്ട് ഇത് സാധാരണ പർച്ചേസ് ചെയ്യുന്നവർക്കാണ് കേട്ടോ. അതായത് നമ്മൾ സാധാരണ ചെറിയ ഒരു കുഞ്ഞ് ജിമ്മിനിയോ അല്ലെങ്കിൽ ഒരു കുഞ്ഞടുപ്പോ ഒക്കെ പർച്ചേസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മളിപ്പോൾ ഗിഫ്റ്റ് പൊതിയാനായിട്ട് പോകുന്നത്. ഗിഫ്റ്റ് കൊടുക്കാനായിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പോൾ ഈ എടുത്തു വെച്ചിരിക്കുന്നത്. ഇതല്ലാതെ നമ്മൾ ഈ പറഞ്ഞുകൊണ്ട് വലിയ അതായത് ഭയങ്കര വലിയ പർച്ചേസ് നടത്തുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കും. അത് ഓൾറെഡി എനിക്ക് തോന്നുന്നു, ഇപ്പം ഞാനിപ്പോൾ ഒരു വീഡിയോ കാണിച്ചു തരാം നിങ്ങളെ. ഈ പറഞ്ഞ എന്താ പറയുന്നത്, ഈ ഞാനിപ്പോൾ പറഞ്ഞില്ലേ, അതായത് കസ്റ്റമർ വന്നപ്പോൾ വീഡിയോ എടുത്തെന്ന് പറഞ്ഞില്ല. അപ്പോൾ ആ വീഡിയോക്കകത്ത് നിങ്ങൾ ലാസ്റ്റ് അതിനകത്തുണ്ടെന്ന് തോന്നുന്നു, അവർക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. എനിവേ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവർ നല്ല പർച്ചേസ് ആയിരുന്നു. ഏതാണ്ട് 10-50,000 രൂപയുടെ സാധനം, അത് 50,000 അങ്ങനെ കണ്ടായിരുന്നു അവർ പർച്ചേസ് ചെയ്ത്. അപ്പോൾ അതിന് ഗിഫ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം വീഡിയോ കണ്ടിട്ട് പോകാം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇനി ഈ ഇടുന്ന ഓഫർ എന്ന് പറയുന്നത് പുതിയ ആൾക്കാർ, അതായത് ഇനി വാങ്ങിക്കാനുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓഫർ ഇടുന്നത്. അല്ലാതെ നിലവിൽ വാങ്ങിച്ച കസ്റ്റമേഴ്സിനെല്ലാം, ബുക്ക് ചെയ്തിരിക്കുന്ന കസ്റ്റമേഴ്സിനെല്ലാം അവർക്കൊരു ഓഫർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് രണ്ട് രീതിയിൽ, അതായത് വാറണ്ടിയിലായാലും ശരി, ഇതുപോലെ ഗിഫ്റ്റിലായാലും ശരി, നമ്മളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇനിയും വന്നിട്ട് ഞങ്ങൾക്ക് ഇനി അത് വേണം ഇത് വേണമെന്ന് പറയരുത്. കാരണം നിങ്ങൾക്ക് ഓൾറെഡി ഒരു നെഗോസിയേഷൻ ചെയ്തു ഞാൻ. അതിലിനി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതൊന്നും നമുക്ക് വെറുതെ കിട്ടുന്നതല്ലല്ലോ, ഇതിനെല്ലാം കാശ് മുടക്കുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം ഇത് ഇനി പുതിയ ആയിട്ട് വാങ്ങിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഓഫറുകളാണിത് കേട്ടോ. ഒരു 38 ഇഞ്ച് തന്നെ നമ്മൾ ഡിസ്കണ്ടിന്യൂ ചെയ്തു കേട്ടോ. പ്ലസ് വാറണ്ടി ഇത് വരുമ്പോഴത്തേക്കും 52 പക്ഷെ ഒരു കേസുണ്ട്, നമ്മൾ വാഷിംഗ് മെഷീൻ ഉണ്ട്, അതിനേലും ബെറ്റർ ഓപ്ഷൻ. അതായത് ഇപ്പം എൻ്റെ തുണിയൊന്നും വാഷിംഗ് മെഷീനായിട്ട് കഴുകി കയറത്തില്ല, വൃത്തിയാകത്തില്ല, ചെളി പോകത്തില്ല. അതേ സ്ഥാനത്ത് ഡിഷ് വാഷ് അങ്ങനെയല്ല. വാഷിംഗ് മെഷീൻ എല്ലാം പരസ്യത്തിനകത്ത് ഭയങ്കര ക്ലീൻ ആക്കുമെന്ന് പറയുന്നത് പരസ്യത്തിൽ മാത്രമേ ഉള്ളൂ. എന്താ പറയുന്നത്, ചിമ്മിനി മണം വലിച്ച് കളയുമെന്ന് പറയുന്നത് പരസ്യത്തിലല്ലേ, നല്ലതായിട്ട് മണം വലിച്ച് കളയുന്നത് പരസ്യത്തിൽ മാത്രമേ ഉള്ളൂ 100%. അല്ലാതെ ഒരിക്കലും നേരിട്ട് ചിമ്മിനി, എൻ്റെ അറിവ് വെച്ചാൽ നേരിട്ട് ചിമ്മിനി ഈ പറയുന്ന പോലെ വലിക്കത്തില്ല. പക്ഷെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്റ്റാറ്റസ് സിമ്പിളാണ് ചിമ്മിനി എന്ന് പറയുന്നത്. ഇപ്പൊ പെണ്ണുങ്ങളാണെങ്കിൽ അടുക്കളയാണോ, അവർക്ക് ചിമ്മിനി വേണം, അല്ലാതെ അവർ അങ്ങോട്ട് കയറത്തില്ല. ഒന്നാമത്. രണ്ടാമത്തെ അല്ല ഉള്ള ഓപ്പണായിട്ട് പറഞ്ഞ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, എൻ്റെ ഒരു ഇത് വെച്ച് നോക്കിയാൽ ഇപ്പം കൂടുതലും ഡോക്ടർമാരുടെ ഒക്കെ വീടുകളിലാണ് കൂടുതലും എനിക്ക് ക്ലയൻസ് കൂടുതലും അങ്ങനെയുള്ളവരാണ്. അവരൊക്കെ കൂടുതലും പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്നോട് പറയും, ആളെ വിടുമ്പോൾ ഫിറ്റ് ചെയ്യാൻ ആളെ വിടുമ്പോൾ തന്നെ പറയും നോബിള് സാധാരണ വെക്കുന്നതിലും താത്ത് വെച്ചോളാൻ പറയാം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ വലിച്ച് സെക്ഷൻ എടുക്കാനായിട്ട്. കാരണം അത് അവർക്കും അറിയാം, ഇത് ഈ പറയുന്നതുകൊണ്ട് ഭയങ്കരമായിട്ടൊന്നും വലിച്ചു കളയത്തൊന്നുമില്ല. കാരണം അങ്ങനെ വലിക്കുന്ന ഒരു ചിമ്മിനി ആണെങ്കിൽ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ട് ഒരു ചേട്ടൻ പൊടിയൊക്കെ ഇട്ട് നോക്കിയിട്ട് അത് വലിക്കുമെന്ന് നോക്കി. അതായത് ഒരു പൊടി ഇട്ടിട്ട് ചിമ്മിനി വലിക്കുകയാണെങ്കിൽ ആ ചിമ്മിനി ഫൗളാവും, അല്ലെങ്കിൽ അത് ഫെയിലിയറാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളെടുത്ത മഞ്ഞൾ പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇത് വലിച്ചുകൊണ്ട് പോകല്ലേ ഉള്ളൂ, അല്ലാതെ കറക്കാത്തത് ചെല്ലത്തില്ലേ. അപ്പോൾ അതല്ല ചിമ്മിനിയുടെ ദൗത്യം എന്ന് പറയുന്നത്, ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന സ്മോക്കായാലും മണമായാലും എല്ലാം വലിച്ച് പുറത്ത് കളയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതും എൻ്റെ ഒരു ഇതിൽ പറഞ്ഞാൽ ഒരു 75% നോക്കിയാൽ, 90 പോലും പറയണ്ട, ഒരു 75%. പിന്നെ സാധാരണ നമ്മൾ എടുക്കുന്ന ഒരു ചിമ്മിനി വെച്ച് നോക്കിയാൽ അതിനേലും കൂടുതൽ ഇതുപോലുള്ള ചിമ്മിനികൾ കുറച്ചുകൂടെ ഇതെന്ന് പറയുന്നത് മെറ്റലിന്റെ വലിയ ബ്ലോവർ വരുന്നത്, സാധാരണ മെറ്റലും അല്ല, വലിയ മെറ്റൽ ബ്ലോവർ വരും. അപ്പൊ ആ ബ്ലോവറിന്റെ സൈസ് ഇപ്പം എന്താ ബോട്ടിനൊക്കെ കണ്ടിട്ടില്ല, അതിന്റെ ആ പങ്കയുടെ സൈസ് കൂടുന്നതിനനുസരിച്ച് അതിന്റെ പവറും കൂടുതലാണ് എന്ന് പറഞ്ഞുകൊണ്ടേ ഉള്ളൂ. ഇതും ആ സൈസ് കൂടുന്നതിനനുസരിച്ച് പവർ കൂടുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഇതിനെ ഭയങ്കര ചിമ്മിനി കൊണ്ട വെച്ചു അതുകൊണ്ട് നമ്മൾ 100% ഇത് വലിച്ചു കളയുന്നു അങ്ങനെയൊന്നും നോക്കണ്ട. പിന്നെ കളയുമായിരിക്കും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഞാനിത് പറയുന്നതെല്ലാം ഇങ്ങനെ ആൾക്കാർ നോക്കിയപ്പോഴല്ലോ കണ്ടുപിടിക്കുന്നതെന്നുള്ളത്, അതായത് പറഞ്ഞു കളയുമായിരിക്കും. പക്ഷെ എന്നാലും അങ്ങനെ ഭയങ്കര ഒരു നമ്മളൊരു ഡ്രീം ലോകത്തൊന്നും നിന്നിട്ട് നമ്മൾ വെച്ച ചിമ്മിനി മൊത്തം വലിച്ചു കളയും. കാരണം ഇവിടെ നമ്മൾ എനിക്ക് തോന്നുന്നൊരു 1 ലക്ഷം 2 ലക്ഷം രൂപയുടെ മിഷ്യൻ വരെ വെച്ചിട്ടുണ്ട് ഇവിടെ. എനിക്ക് തോന്നുന്നു അതൊന്നും ഇവിടുത്തെ വലിയ വലിയ ഷോപ്പുകാർ കണ്ടിട്ട് പോലും കാണത്തില്ല. ആ സാധനമൊക്കെ നമ്മൾ ഇവിടെ വിൽക്കുന്നത്. അത് ഈ ഷോപ്പിലല്ല, ഞങ്ങളുടെ ഒരു കുഞ്ഞു ഷോപ്പ് ഉണ്ടായിരുന്നപ്പോൾ അവിടെ വിട്ടിട്ടുണ്ട്.
അതുപോലും കൊടുക്കുമ്പോൾ ഞാൻ പറയും ചേട്ടാ നിങ്ങൾ 1.5 ലക്ഷം മുടക്കിയെന്നും പറഞ്ഞ് ഇത് അതിന് മാത്രം വലിയ അതും പറഞ്ഞുകൊണ്ട് കേട്ടോ. 1.5 ലക്ഷത്തിന്റെ സാധനങ്ങൾ അതിൽ വേറെ ഉണ്ട്. ഫങ്ഷൻസ് ആയാലും അല്ലെങ്കിൽ അതിന്റെ ഡ്യൂറബിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ വേറെ ഉണ്ട്. അതിനെ കണ്ടാൽ മതി. അല്ലാതെ ഇത് 100% വലിച്ചു കളയുമെന്നും പറഞ്ഞിട്ട് ഒരിക്കലും പറയാം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ല ജിമ്മിന് കേടില്ലാത്ത ജിമ്മിന് തരാമോ ചേട്ടാന്ന് ചോദിച്ചാൽ അതില്ല. അങ്ങനെ ഒരു ജിമ്മിന് കണ്ടുപിടിക്കേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് വരും. പിന്നെ സാധാരണ ഒരു ജിമ്മിന് വലിക്കുന്നതിന് കുറച്ചുകൂടെ എഫിഷ്യൻസി കൂടുതലായിരിക്കും. കുറച്ചുകൂടെ ഈ പറയുന്ന വലിയൊരു ബ്ലോവർ ഒക്കെ ഉള്ള ജിമ്മിന് വലിക്കുമ്പോൾ കുറച്ചുകൂടെ ഇതായിരിക്കും. നമ്മളിപ്പോ ഇതിനകത്ത് കണ്ടിട്ടില്ല. ഇപ്പൊ ഞങ്ങൾ അത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ വന്നത്. അതായത് ഒരു 18,000 രൂപയ്ക്ക് അകത്ത് വരുന്ന ചിമ്മിനി അടുപ്പും. അതായത് ഇപ്പൊ എല്ലാവരും ഞങ്ങളോട് വിളിച്ചിട്ട് സാറേ 20,000 രൂപയുടെ സാധനം ഉണ്ടല്ലോ ചേട്ടാ, 20,000 രൂപയ്ക്ക് ചിമ്മിനി അടുപ്പും കൂടെ കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്ന കസ്റ്റമർ ഉണ്ട്. കാരണം ഇവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഈ ഇതേ സാധനത്തിന്റെ പുറത്തും കിട്ടുന്നുണ്ട്. പക്ഷെ അതിന് വാറന്റിയോ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് ഞങ്ങൾ അത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിപ്പോ അത് പറയാൻ വന്നതെന്നു പറഞ്ഞാൽ അങ്ങനെ കൊടുക്കുന്ന സാധനം നമ്മൾ വില എന്തോരം കുറയുന്നു അപ്പൊ അതിനകത്ത് അതിന്റെ ഉള്ളടക്കവും കുറയും. നമ്മൾ വില കൊടുക്കുന്നതിനനുസരിച്ച് അതിന്റെ ഉള്ളടക്കം കൂടും. അല്ലാതെ ഇതിനകത്ത് വേറെ ഒത്തിരി മൈൻഡ് നമ്മൾ ഭയങ്കര സംഭവമായിട്ടൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല. സത്യം പറഞ്ഞാൽ ചെറിയൊരു വാക്വം ക്ലീനർ അത്രേ ഉള്ളൂ ഇതിനകത്ത് നടക്കുന്നത്. നമ്മൾ വാക്വം ക്ലീനറിൽ എന്നാ ചെയ്യുന്നത് അത് തന്നെയാണ് ഇതും ചെയ്യുന്നത്. പിന്നെ ഇതിന് വേറൊരു പേരിട്ട് അടുക്കള കൊണ്ട് വെച്ച് അത്രേ ഉള്ളൂ. അല്ലാതെ ലൈറ്റ് കത്തിച്ച് കാണിക്കും. ഇതേ സെയിം തന്നെ നമുക്ക് വേർപൂള് വരുന്നുണ്ട്. പക്ഷെ ഭയങ്കര പ്രൈസാണ്. കഴിഞ്ഞ ദിവസം ഇരുന്നാ നമ്മളടുത്ത് വേറെ എമർജൻസി വന്നപ്പോഴത്തെ മാറ്റി. ജിമ്മിനി ഈ ഫ്ലാറ്റ് ജിമ്മിനികൾ എപ്പോഴും കുറച്ചും കൂടെ എന്താ പറയുന്നത് ഒരു സ്റ്റൈലിഷാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു യൂറോപ്യൻ കൺട്രീസിലോ ഒരു ജർമ്മൻ അല്ലെങ്കിൽ ഒരു ഇറ്റലി അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒന്നും ആൾക്കാർക്ക് ഇതുപോലുള്ള കർവ് ചിമ്മിനികളൊന്നും കാണത്തില്ല. അവിടെ ഇങ്ങനെ എപ്പോഴും ഫ്ലാറ്റ് സീരീസ് ആയിരിക്കും വരുന്നത്. നമ്മുടെ ഇവിടെ എനിക്ക് തോന്നുന്നു ഫ്ലാറ്റ് സീരീസ് അങ്ങനെ ഇത്രയും പോപ്പുലറായിട്ട് അധികം നാളൊന്നും ആയില്ല. ഇപ്പം ഞങ്ങളുടെ ഇവിടെ തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം നമ്മുടെ ഇവിടെ വരുന്നവർക്ക് ചിമ്മിനിയൊന്നും ഇപ്പം ഏത് ജിമ്മിനിയാന്ന് ഏതെങ്കിലും ഒരു ജിമ്മിനി മതി എന്ന് പറയുന്ന ആൾക്കാരായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു 90% വിറ്റ് പോകുന്നു ഫ്ലാറ്റ് ജിമ്മിനി. അതെന്നാ പറഞ്ഞാൽ അറിയാതെ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു എനിക്കിഷ്ടം ഫ്ലാറ്റ് ജിമ്മിനിയാന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞു. അതിനുശേഷം പിന്നെ വരുന്നവർക്കെല്ലാം ഫ്ലാറ്റ് ജിമ്മിനി മതി. അങ്ങനെ ഒരു നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അവരത് ക്യാച്ച് ചെയ്ത് വെക്കും. ക്യാച്ച് ചെയ്ത് വെച്ചിട്ട് അത് വെച്ചിട്ടാണ് അതായത് അവരുദ്ദേശിക്കുന്നത് അവനത് ഇത് പറയുന്നുണ്ട് അവൻ ടെക്നീഷ്യനാണ് അപ്പോൾ അതാ നല്ലത് മറ്റേ കൊള്ളത്തില്ല അങ്ങനെ ഡിസൈഡ് ചെയ്യും. പക്ഷെ ഞാൻ എപ്പോഴും അങ്ങനെയല്ല പറയുന്നത്. ഇപ്പോൾ പുറത്തൊരു കടയിൽ നിന്ന് എടുക്കുമ്പം അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും നമ്മുടെ ഇവിടെ നിന്ന് എടുക്കുമ്പം ആ ഡിഫറൻസ് ആണ് ഞാൻ എപ്പോഴും പറയുന്നത്. അല്ലാതെ ഞാനൊരിക്കലും ഇത് തന്നെ നല്ലതാണ് അതെടുത്തോ അങ്ങനെ പറയത്തില്ല. ഞാൻ എപ്പോഴും പറയുന്നത് ഫ്ലാറ്റ് ജിമ്മിനെക്കാട്ടിലും വിലക്കുറവ് എപ്പോഴും കർവ് ജിമ്മിനിക്ക് തന്നെയാണ്. അതിന് സംശയമില്ല. എപ്പോഴും ഫ്ലാറ്റ് ജിമ്മിനെക്കാളും വിലക്കുറവ് കർവ് ജിമ്മിന് തന്നെയായിരിക്കും. പിന്നെ ഫ്ലാറ്റ് സീരീസ് എന്ന് പറയുമ്പോൾ കുറച്ചൊരു എലഗൻറ്റ് സ്റ്റൈലാണ്, ഒരു അൾട്രാ പ്രീമിയം സെഗ്മെന്റിലേക്ക് പോകും എന്നുള്ളതേ ഉള്ളൂ. പിന്നെ വില കൂടുതലോ ഫ്ലാറ്റ് ജിമ്മിനുള്ളിൽ. ഇതിന്റെ ഫ്ലവർ സൈസ് ഒക്കെ കുറച്ച് വലുതാണ് വരുന്നത്. അതുകൊണ്ടാണ് പ്രൈസിലും വ്യത്യാസം വരുന്നത്. ഇപ്പം ചിമ്മിനി തന്നെ മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതുണ്ട് സാധാരണ ചിമ്മിനേക്കാളിലും സൈസ് കൂടുതലാവും. ഇതിന്റെ താഴെ വരുന്ന പിന്നെ ഇങ്ങനത്തെ മോഡലുകളാണ് വരുന്നത്. ഇതുപോലെ വരും. വലിപ്പമാണ് ഓട്ടോ ക്ലീൻ എന്ന് പറയുന്നത് പോലും ഭയങ്കര സംഭവമല്ല. നമ്മളെപ്പോഴും നമ്മൾ വീട്ടിൽ ഇരിക്കുന്ന നമ്മൾ ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതായത് ഇപ്പോൾ ഒരു എന്താ ഒരു 3 മാസം 4 മാസം ഭയങ്കര റഷായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു തുണി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് തുറച്ചു കൊടുക്കണം. അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. പിന്നെ ഓട്ടോ ക്ലീൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ചെയ്യുന്നുണ്ട് ഇതിനകത്ത് കറുത്ത് കാണുന്നുണ്ടാവും. അതാണ് അതിന്റെ കീപ്പിംഗ് എലമെന്റ്. അതൊരു കോയിൽ പോലെയാണ്. അത് ചൂടാവും. അത് ചൂടാവുമ്പോൾ നമ്മൾ ഇപ്പൊ നെയ്യൊക്കെ ഇട്ടിട്ട് പാത്രം ചൂടാകുമ്പോൾ എണ്ണയാവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സൈഡിൽ പറ്റി പിടിച്ചിരിക്കുന്ന നെയ്യ് പോലെ ഇരിക്കുന്ന പാർട്ടിക്കിൾസിന് അതിനാണ് നമ്മുടെ ഈ റിസർവയർ ഉള്ളത്. ഈ റിസർവയർ ഈ ഓയിൽ കളക്ടർ ഇത് ഈ സാധനം നേരെ ഇവിടെ കൊടുക്കുന്നതാണ്. നേരെ അതിനകത്ത് കളക്ട് ചെയ്ത് വരും. അത് നമ്മൾ ഊരി കളയുക. പക്ഷെ അവിടെ നിങ്ങൾ ഭയങ്കര എന്താ പറയുക നമ്മൾ പണ്ടത്തെ ഫ്രിഡ്ജിലൊക്കെ കാണുന്ന പോലെ അങ്ങനെ ഭയങ്കര ഒത്തിരി വരും അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. അങ്ങനെയൊന്നും വരുത്തൊന്നുമില്ല. അത് ശകലമൊക്കെ വരുള്ളൂ. കാരണം ഇതിനകത്ത് ഓൾമോസ്റ്റ് ഒരു 90% ഹീറ്റ് ചെയ്ത് വലിച്ച് പുറത്ത് കളയും. ഇപ്പോഴത്തെ നല്ല ജനറേഷനിലെ നല്ല ജിമ്മിനിയാണെങ്കിൽ അത് തന്നെയായിരിക്കും പറയുന്നത്. അത് നിങ്ങൾ ബ്രാൻഡ് ഒന്നും നോക്കണ്ട. ഏത് ബ്രാൻഡ് എടുത്താലും വലിച്ചു കളയും. പിന്നെ ഒരു ശകലം വില അതിന്റെ ഒരു 20% ഉള്ളൂ നമുക്ക് ഓയിലിൽ കളക്ട് ചെയ്യാനായിട്ട് വരുള്ളൂ.
പിന്നെ ഇതിന്റെ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഐ സെൻസർ വേണം. ഇതില് എന്താ നമ്മൾ ഓട്ടോ ക്ലീൻ ചെയ്ത് കൊടുത്തില്ലെങ്കിലും സെൻസർ എടുത്ത് തനിയെ ചെയ്തോളൂ, അതേ ഉള്ളൂ. അല്ലാതെ വേറെ ഭയങ്കര ഫങ്ഷനായിട്ടൊന്നും. 3 സ്പീഡ് ലൈറ്റ്, അതിന്റെ ഓഫ്, സെൻസറിൽ വേണമെങ്കിൽ സെൻസറിലും വർക്ക്. എന്ന് പറയുന്നത് ഈ ഓട്ടോ ക്ലീനിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അതൊന്നും ചെയ്യണ്ട, അത് ഓൾറെഡി അതിനകത്തുണ്ട്. അത് തന്നെ സെൻസ് ചെയ്ത് എടുത്തു. ഇത് ഓട്ടോ ക്ലീൻ, ഇത് ലൈറ്റ്, ഇത് സ്റ്റാൻഡ്. പിന്നെ ഇതിന്റെ ഇതെന്ന് പറയുന്നത് വേറൊരു സീരീസ് ആണ്. ഇതിൽ ഓട്ടോ ക്ലീൻ അങ്ങനെയൊക്കെ വരുന്നത്. പക്ഷെ ഇതിലും വിലയാണ് ഇപ്പൊ ആ കാണുന്ന ജിമ്മിനൊക്കെ. ഇതാ സൈലന്റ് ജിമ്മിനാണ്, ഡീപ് സൈലന്റ്. ഒന്നാമത്തെ സ്പീഡിലേക്കോട്ടെ ഇറങ്ങണം, സൗണ്ടേ ഇല്ല. അതായത് ഇതിന് 4 സ്പീഡാണ് വരുന്നത്. അതിനകത്ത് 3 സ്പീഡ് കഴിഞ്ഞിട്ട് ഒരു എക്സ്ട്രാ സ്പീഡുകളുണ്ട്. ഈ എക്സ്ട്രാ സ്പീഡ് ഇട്ടാലേ ഉള്ളൂ നമ്മുടെ സാധാരണ ജിമ്മികളിലെ ഒന്നാമത്തെ സൗണ്ട് ഇതിനുള്ളൂ. ഇത്രേ ഉള്ളൂ. ഇത് മാക്സിമം സൗണ്ടാണ്. പിന്നെ ഒരു ഇതിന്റെ ഇതൊക്കെ ഫിൽറ്ററൊക്കെ വരുന്നത് ഒരു 3D ടൈപ്പ് ഫിൽറ്ററൊക്കെ വരുന്നത്. ഇതിൽ ഓട്ടോ ക്ലീനോ അങ്ങനെയുള്ള ഒരു സംഭവമില്ല. ജസ്റ്റ് വലിച്ചു കളയുന്ന അങ്ങനെ ഇത് മാത്രമേ ഉള്ളൂ. ഫ്ലോറും മോട്ടർ ടച്ച് അങ്ങനെയൊക്കെ ഓട്ടോ ക്ലീൻ ഒന്നും വരും. സെയിം തന്നെയാണ് എലിക്കയിലും വരുന്നത്. സൗണ്ട് എല്ലാം 50 to 58 dB. പിന്നെ ഇതിൽ വരുമ്പോഴത്തേക്കിനും ഇതാണ് വരുന്നത്, ഹാർഡ് പ്ലാസ്റ്റിക് ഫ്ലോർ വരുന്നത്. മറ്റേല് വരുമ്പോൾ മെറ്റൽ വരും. ചെറിയ ജിമ്മിനിയിൽ ഫേബറിന്റെ നമ്മൾ പണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചിമ്മിനി, ഇതും ഫേബറിന്റെ ജിമ്മിനി. എന്താ അടുപ്പ് വേറെ ഏതോ ഒരു ബ്രാൻഡാണ്, സൺപ്ലേസ് ആകുമ്പോൾ 4 ബർണറിന്റെ വലിയ അടുപ്പാണ് വെച്ചിരിക്കുന്നത്, 90 സെന്റിമീറ്റർ. അതിലവർ യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നൊരു ഇപ്പൊ ഒരു 7 വർഷത്തിന് മേളായി. അവരിതുവരെ ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്. ഈയിടെ ഒരു പൂച്ച കയറിയിട്ട് ഞാൻ അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പൂച്ച കയറി അതിന്റെ ഗ്യാപ്പൊന്നും അവർ വെച്ചിട്ടുണ്ട്. അതിനകത്തൊന്നും വലിയ കഥയില്ലെന്നേ. ഇതിന് ഞാൻ പറഞ്ഞില്ലേ, ഇതെപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, സക്ഷൻ എടുക്കുന്ന സമയത്ത് ഒരിക്കലും ഇത് ഇങ്ങനെ തന്നെ ഒന്നും അല്ല എടുക്കുന്നത്. ഇപ്പൊ ഇവിടെ കത്തിക്കുന്നതുകൊണ്ട് ഇങ്ങനെ തന്നെ കറക്റ്റ് ആയിട്ട് സ്കെയിൽ വെച്ചൊന്നും ഒന്നും വലിക്കുന്നൊന്നുമില്ല. ഇവിടെ ഇത്ര ഏരിയ ഉണ്ടെങ്കിൽ ഇതിന്റെ മോട്ടറിന്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. അല്ലാതെ ഈ ഇതിന് എല്ലാ സൈഡിലും മോട്ടറൊന്നുമില്ല. പക്ഷെ അങ്ങനത്തെ മെഷീൻ ഉണ്ട് നമുക്കിവിടെ. ഡിസ്പ്ലേ അപ്പുറത്ത് എവിടെയോ ഇരിപ്പുണ്ട്. അതായത് 2 മോട്ടർ വരും. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കാര്യം ഓക്കെയാണ്. 2 മോട്ടർ വരുമ്പോൾ വൈഡ് ആയിട്ട് വരും. അല്ലാത്തിടത്തോളം കാലം ഈ സിംഗിൾ സെന്ററിൽ വരുന്ന ഈ ഒരു അത്ര ഏരിയ മാത്രമേ ഉള്ളൂ. അപ്പം ഇതെപ്പോഴും വലിക്കുന്നത്, നമ്മളിപ്പോ ഒരു വാക്വം ക്ലീനർ സക്ക് ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ, അത് ഇങ്ങനെ കിടക്കുന്ന നിരന്ന് കിടക്കുന്ന പൊടിയാണെങ്കിൽ നമ്മൾ വലിക്കുന്ന സമയത്ത് അതൊരു വി ഷേപ്പിലേക്ക് മാറുന്ന കാണാം. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അങ്ങനെ എപ്പോഴും വലിക്കുന്നത്. അത് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു വലിയൊരു വാക്വം ക്ലീനർ നിങ്ങൾ അടുക്കള വാങ്ങിച്ചു വെച്ചു എന്ന് വിചാരിച്ചാൽ മതി. അല്ലാതെ ഇതിനെ നമ്മൾ ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ട് പറയുമ്പോൾ ജിമ്മിനി എന്ന് പറയാം, അങ്ങനെയുള്ളൂ. അതുകൊണ്ട് ഇത് വലിക്കാതിരിക്കുന്നില്ല. ഇതെപ്പോഴും അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകണമെങ്കിൽ ഇതിന്റെ മോഡൽ ഇതിന്റെയാണ് FL 900 എന്ന് പറയുന്നത്. അവിടെ ഡിസ്പ്ലേ ഇരിക്കുന്നത്. ഇതിന്റെ ഈ സെക്ഷൻ ഏരിയ ഉണ്ടോ, ആകെ ഇത്രേ ഉള്ളൂ. ഇനി ഇതിന്റെ 90 സെന്റിമീറ്റർ കാണിച്ചു തരാം. ഈ 90 സെന്റിമീറ്ററിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ 2 വിങ് കൂടിയെന്ന് മാത്രമല്ല, ഈ വിങ്സിന് ശകലം വലിപ്പം വന്നു, 2 സൈഡിലോട്ട് വിങ്സ് ആയി. അല്ലാതെ വേറെ പ്രത്യേകതകളൊന്നും വന്നിട്ടില്ല. അപ്പം നിങ്ങൾക്ക് വലിക്കുമ്പോൾ 90 സെന്റിമീറ്റർ. ഇപ്പൊ ചേച്ചി ചോദിച്ച അതേ ചോദ്യം, ഈ ചേച്ചി ചേട്ടാന്ന് വിളിക്കുന്ന പ്രായം വെച്ചിട്ടല്ല, അതേ ചോദ്യം നമ്മളിവിടെ ഇങ്ങനെ പറയുമ്പോൾ അതേ ചോദ്യം ഇപ്പൊ ആള് ചോദിച്ച അതേ ചോദ്യത്തിന്റെ ആൻസർ ഒക്കെ. അതായത് എന്റെ 75 സെന്റിമീറ്റർ ആണ്. അപ്പൊ അതിൽ ഈ പറയുന്ന ഒന്നെങ്കിൽ 75 വേണ്ടേ, 60 വേണ്ടേ, 90 വേണ്ടതെന്ന് ചോദിച്ചില്ലേ. ഇതിൽ ഏതെടുത്താലും ഇത്ര ഏരിയ വലിക്കുന്നുള്ളൂ. അപ്പൊ പിന്നെ 60 വെച്ചാലും സെയിമോ 90 വെച്ചാലും ഒക്കെ സെയിമോ. പിന്നെ ഒരു ചെറിയ വ്യത്യാസം സംഭവിക്കുന്നത് എന്നാന്ന് പറഞ്ഞാൽ, ഈ 90 വെക്കുന്ന സമയത്ത് ഒന്ന് കാണാനുള്ള ലുക്ക് വൈസ് അടിപൊളിയായിരിക്കും. എപ്പോഴും വലുതിലേക്ക് പോകുന്നതോറും കാണാൻ ഭയങ്കര ഇഷ്ടമായി. അതിപ്പോ ഒരു ചെറിയൊരു കാർ എടുക്കുന്നതും വലിയ കാർ എടുക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം തന്നെ കാണാൻ ഇഷ്ടമായിരിക്കും. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന സാധനം ഒരു പരിധി വരെ 60 സെന്റിമീറ്ററിൽ നിന്ന് കുറച്ച് സ്കിഡായി പോകും. ആ സ്കിഡായി പോകുന്നത് ഇതിൽ കുറച്ച്
കൂടെ ആ ഇതായിട്ട് കിട്ടും. കാരണം ഇത്ര ഇങ്ങനെ തടഞ്ഞു നിർത്തുമല്ലോ, അതുകൊണ്ട് കിട്ടും. അല്ലാതെ മറ്റേ ഈ പറയുന്ന പോലെ ഭയങ്കര സംഭവം ഒന്നും അവിടെ നടക്കുന്നില്ല. എപ്പോഴും ചിമ്മിനി വലിക്കുന്ന അത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് പുക ഇടുക. പുക ഇട്ട് കഴിഞ്ഞാൽ ഈ പുക വലിക്കുമ്പോൾ പുക സ്പ്രെഡ് ആയിട്ട് ഒരിക്കലും വലിക്കത്തില്ല. പുക ഇങ്ങനെ വീ പോലെ ആയിരിക്കും വലിക്കുന്നത്. അതായത് ഇങ്ങോട്ട് വരും തോറും ഇവിടെ നിന്ന് വരുന്ന വീതി കുറഞ്ഞ് 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 ചെറുതായി വരും. അതുപോലെ ചില ബ്രാൻഡുകളിൽ 3D സക്കിങ് എന്നും പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നുണ്ട്. 4 സൈഡിലും ഹോളൊക്കെ ഇട്ടിട്ട്. അതിലും എന്നോട് ഇപ്പൊ അതേ ഉള്ളു എനിക്ക് ആൻസർ പറയാൻ സമയമുള്ളൂ ആൾക്കാർ വിളിച്ചിട്ട്. അതായത് അതിനകത്ത് ഒരു കാര്യമില്ല. അതായത് ഇപ്പൊ ഒരു കുപ്പിക്കകത്തൊരു വെള്ളം എടുക്കുക, വെള്ളം നല്ലതായിട്ട് നിറച്ചിട്ട് അടിയിലൊരു ഹോൾ ഇടുക, നല്ല പ്രഷറിൽ ആ ഹോളിലേക്ക് വെള്ളം പോകുന്നതാണ്. അതേ ഹോള് നിങ്ങൾ സൈഡിലും കൂടെ ഇട്ട് നോക്കിയാൽ ഈ അടിയിലത്തെ പ്രഷർ കുറയുന്നതാണ്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനി അതൊന്നും പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് വാക്വം ക്ലീനറിന്റെ നെക്ക് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ തുമ്പത്ത്, അതായത് ഇപ്പൊ വാക്വം ക്ലീനറുടെ പൈപ്പാണ്, ഏത് വാക്വം ക്ലീനറുടെ പൈപ്പിൽ ഇവിടെ ഒരു ചെറിയൊരു ഡോർ പോലെ ഒരു ചെറിയ സാധനം കാണാം, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സ്ലൈഡ് ചെയ്യുന്നത്. അത് അവിടെ കൊടുത്തിരിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ സക്ഷൻ കുറവായിരിക്കും, ഇത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ സക്ഷൻ കൂടുതലായിരിക്കും. അപ്പൊ നിങ്ങൾ ഈ പറയുന്നതിനകത്ത് ഏതാ നല്ല ചിമ്മിനി? 4 സൈഡിൽ ഓട്ട ഇട്ടിട്ട് 3D സെക്ഷൻ എന്ന് പറയുന്നതാണോ നല്ലത്, ഒരു സൈഡിൽ മാത്രം ഓട്ട ഇടുന്ന ചിമ്മിനിയാണോ? ഇത് ചിന്തിക്കാനുള്ള കഴിവ് മലയാളിക്കില്ല. മലയാളിയെ പറ്റിക്കാൻ എളുപ്പമാണ്, അത്രേ ഉള്ളൂ. ക്ലീനിങ് ആക്ച്വലി ഇപ്പോഴത്തെ ചിമ്മിനികൾ അത്ര വലിയ ഇതൊന്നും അല്ല. പണ്ടത്തെ ചിമ്മിനികളാണ് ക്ലീനിങ് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ. പിന്നെ എപ്പോഴും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതുപോലെ പ്രീമിയം കുക്ക് ടോപ്പുകളാണ്. കാരണം എന്താ പറയുന്നത്, ആർക്ക് വേണേലും ഇപ്പം നമ്മളൊരു ജോലിക്കാരാണേലും സാധാരണ ഞങ്ങളൊക്കെ ചെല്ലുന്നിടത്ത് ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് പറയുന്നത് അത് നമ്മുടെ നേരത്തെ നിന്ന ജോലിക്കാർ നശിപ്പിച്ചതാണ് അങ്ങനെ പറയുന്നത്. ആ ഒരു ലെവലിൽ പോലും നിങ്ങൾക്ക് ചിന്തിക്കേണ്ട. കാരണം എന്നാ വന്നാലും നിങ്ങൾക്ക് വേറെ ഇഷ്യൂസ് ഒന്നും അധികം വരാനില്ല. സ്പെയർ കോസ്റ്റ് കുറവാണ്, പിന്നെ കവേർഡുമാണ്, പേടിക്കാനൊന്നുമില്ല. അതിപ്പോൾ ഇതായാലും എലിക്കായാലും കുഷീനായാലും ബ്ലോ ഹോട്ട് ആയാലും ഏതായാലും പ്രീമിയത്തിനെല്ലാം നമ്മൾ 7 ഇയർ വാറണ്ടി ഉണ്ട്. അതുകൊണ്ട് പിന്നെ ആ കാര്യത്തിൽ പേടിക്കണ്ട. ഇത് മതി. ഇതും കുഷീനാട് 90 മറ്റേ ഇത് ഫ്ലാറ്റ് സീരീസ്. ഒരു കാര്യം പറഞ്ഞു, അതായത് നമ്മൾ ചിമ്മിനി എടുക്കുമ്പോൾ ഈ പൈപ്പാണ് കമ്പനി തരുന്നത്, ഇതാണ് തരുന്നത്. വളരെ ചുരുക്കം ചിലതിനകത്ത് ഇതിന്റെ അലുമിനിയം ഫോയിൽ എന്ന് പറയും, പേപ്പർ പോലത്തെ ഒരു അലുമിനിയം വരുന്നത്, അതും കൊടുക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നത് ഇങ്ങനത്തെ പൈപ്പാണ്, ഈ പൈപ്പ്. അത് ഞാൻ ഈ പറഞ്ഞ സ്കീമിൽ എടുക്കുന്നവർക്കെല്ലാം ഈ പൈപ്പുണ്ട്. പക്ഷേ ഈ പൈപ്പ് സാധാരണ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ടെക്നീഷ്യൻ വരുമ്പം അയാൾക്ക് 1300 മുതൽ 1700 വരെ വില വരുന്നുണ്ട്. ആ പൈസ അവിടെ അടച്ചിട്ടാണ് ഈ പൈപ്പ് അന്നേരം ആ പുള്ളിയാണ് വെച്ച് തരുന്നത്. എന്നിട്ട് ഇതിൻ്റെ എൻഡ് ക്യാപ്പിന് 350 രൂപയും വരും. അയ്യോ തലയിടിച്ചോ? ഇല്ല, കുഴപ്പമില്ല, ഇല്ല, ഒന്നും പറ്റിയില്ല. സൈഡിലേക്ക് മതി. അതല്ല, ഇപ്പം അവളെ സംബന്ധിച്ച് മറ്റേ കവറിനകത്തൂടെ അല്ലേ പോണേ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ പൈപ്പായാലും മതി, കാരണം പുറത്ത് കാണുന്നില്ല, ഇതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇടാം, പക്ഷേ അന്നേരം അത്ര എക്സ്പെൻസീവ് ആണ്. ഇപ്പം അവിടുത്തെ ഇപ്പോൾ സാറ് പറഞ്ഞ കേസിലാണെങ്കിൽ 2 പൈപ്പെങ്കിലും വേണ്ടി വരും. കാരണം ഒരു പൈപ്പ് 7 അടിയേ കിട്ടുള്ളൂ. 10 അടി കിട്ടുന്ന പൈപ്പും ഉണ്ട്, 7 അടി വരെ മിനിമം വെച്ച് വളവൊക്കെ കൂട്ടിയിട്ട്. അപ്പോൾ 2 പൈപ്പ് എന്തായാലും വേണ്ടി വരും, ഇങ്ങനെ സൈഡിലേക്ക് ഇടണമെന്നുണ്ടെങ്കിൽ. 7 അടി കൂടുതലുണ്ട്, അപ്പോൾ 2 പൈപ്പ് ഉറപ്പായിട്ടും വേണ്ടി വരും. അപ്പോൾ 2 പൈപ്പ് എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ 1000 രൂപ വെച്ച് കഴിഞ്ഞാൽ സാറിന് അറിയാവുന്ന ടെക്നീഷ്യനാണ് വരുന്നെങ്കിലും അവർക്ക് ഒരു 1000 രൂപ വെച്ച് കൊടുക്കണമെങ്കിൽ 2000 രൂപ പൈപ്പിന് തന്നെയാവും. അത് നമ്മുടെ ഇവിടെ ആ സ്കീമിലാണെങ്കിൽ ഫ്രീ ആയിരിക്കും, 1 രൂപ പോലും ആകത്തില്ല, ഫ്രീ ആയിട്ട് തരും. അതാണ് ഞാൻ പറഞ്ഞത്. മിക്സി വലിയ മിക്സിയാണോ ഇരിക്കുന്നത്? പക്ഷെ അത് മാറ്റണം. മറ്റേ സുജാതയുടെ മിക്സി ആയിരിക്കണം. 2 മിക്സി ഉണ്ടായിരുന്നു. മിക്സിയിലേക്ക് സ്വിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പണ്ടത്തെ അതായത് ഞാൻ പറഞ്ഞില്ലേ, നമ്മളിവിടെ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ മിക്സി വേണമെങ്കിൽ മിക്സി ചൂസ് ചെയ്യാം, ഇനി അതല്ല ഗ്രൈൻഡർ വേണമെങ്കിൽ ഗ്രൈൻഡർ ചൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ആ ബൾക്ക് ഓപ്ഷൻ വേണമെങ്കിൽ അത് ചൂസ് ചെയ്യാം, ഇനി അതല്ല OTG വേണമെങ്കിൽ OTG ചൂസ് ചെയ്യാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, എല്ലാവർക്കും ചില വീടുകളിൽ ചില സാധനങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ അവർക്ക് അത് ഗിഫ്റ്റ് കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല. അതാണ് എല്ലാ ഷോപ്പുകളിലും ഗിഫ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും അതിനൊരു ഇതില്ല, സ്വിച്ച് മോഡ് കാണത്തില്ല, എപ്പോഴും ഒരു ഇത് തന്നെയായിരിക്കും.
പിന്നെ എയർ ഫ്രയർ. അതുപോലെ തെളിഞ്ഞു വരും. ഇത് കണ്ടോ, ഇതിങ്ങനെ ഇവിടെ. പിന്നെ നമുക്ക് ടൈമറൊക്കെ മാറ്റി വെക്കാം, ടൈം കൂട്ടാൻ. ഒരു ചിക്കൻ ഒരു പ്രാവശ്യം ചെയ്യാൻ പറ്റും. ചെറിയ ചിക്കനൊക്കെ ഇതൊന്നും ഈ പറയുന്നോട്ട് ഭയങ്കര ബൾക്കി വലിയ ചിക്കനൊക്കെ നിങ്ങൾ എപ്പോഴും OTG തന്നെ ആയിരിക്കും. ഇത് ചെറിയ ചെറിയ പരിപാടിക്കാണ് കൂടുതൽ. ഇപ്പോൾ ഒരു കപ്പ് കേക്ക് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ചെറിയൊരു കേക്ക് ഉണ്ടാക്കുക, ചെറിയൊരു ബിസ്ക്കറ്റ് ഉണ്ടാക്കുക, പിന്നെ ഈ ഫ്രഞ്ച് ഫ്രൈ ഒക്കെ ഇല്ലേ, അങ്ങനെയുള്ള സാധനം, ഫ്രൈഡ് ചെയ്യാനുള്ള സാധനങ്ങൾ, പിന്നെ ഈ പോപ്കോൺ ഒക്കെ ഉണ്ടാക്കുക, അങ്ങനെയുള്ള എല്ലാ പരിപാടിക്കും ഇത് പറ്റും. നമ്മൾ വലിയൊരു ഫുൾ ചിക്കൻ ഇതിനകത്ത് കയറ്റി വെച്ചാൽ ചിലപ്പം എടുക്കുമായിരിക്കും. ഇവർ പരസ്യം കാണിക്കുന്നത് അങ്ങനെയാണ്. എല്ലാവരും പരസ്യം കാണിക്കുന്ന ഫുൾ ചിക്കൻ വെക്കാന്നൊക്കെ പറയേണ്ടതാണ്. പക്ഷേ എൻ്റെ ഒരു ഇത് വെച്ച് നോക്കിയാൽ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിനെല്ലാം ഓരോരോ ഫംഗ്ഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ ഒരെണ്ണത്തിന് കപ്പാസിറ്റി ചെയ്യാവുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട്. ഇത് കുറയ്ക്കുന്നത് എന്നിട്ട് ചെയ്തതില് പൊട്ടാറ്റോ എല്ലാം ചെയ്യാം. പോപ്കോണ് നമുക്ക് കടലയൊക്കെ കുറക്കാം, അതെല്ലാം ചെയ്യാം. പിന്നെ നമ്മൾ അത്യാവശ്യം ചെറിയ മേടിച്ചുകൊണ്ട് വന്നിരുന്ന് ചൂടാക്കണമെങ്കിൽ ഇതിനകത്ത് വെച്ച് ചൂടാക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. പഫ്സ് അല്ലാതെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഉണ്ടാക്കാം. OTG എന്ന് പറയുന്ന ഒരു വലിയ സംഭവം ഇത് കണ്ട്. ഇതിനകത്താണെങ്കിൽ ഒരു ചെറുത്, അതിന്റെ OTGയുടെ തന്നെ ഒരു ചെറിയ സംഭവം ഇത്. OTG ഉണ്ടോ വീട്ടില്? മൈക്രോവേവ് ആണോ? മൈക്രോവേവ് ആണോ? ഗ്രില്ല്, മൈക്രോവേവ് എല്ലാം ഉള്ളത്. അങ്ങനെ 2 വർഷം നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. മൈക്രോവേവിന്റെ ഒരു പ്രശ്നം എന്നാന്ന് പറഞ്ഞാൽ ഇതാണ്, നന്നാക്കാൻ പറ്റും. മൈക്രോവേവ് പോയാൽ സർവീസ് സെന്ററിൽ കൊടുക്കുന്നുണ്ട്. അല്ല, നമ്മളിവിടെ ചെയ്യുന്നുണ്ടല്ലോ. ഇവിടെ ഉണ്ടോ? നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ ഫോറിൻ സാധനങ്ങൾ ചെയ്യില്ല നമ്മുടെ പരിപാടി. IFB ഫോറിനൊന്നുമല്ല, ഇവിടെ തന്നെ അവിടെ എല്ലാത്തിൻ്റെ സർവീസ് ഉണ്ട്. കിച്ചണിനകത്ത് വരുന്ന എല്ലാത്തിൻ്റെ ഉണ്ട്. ഞാൻ പറഞ്ഞ മൈക്രോവേവിൽ എപ്പോഴും നമുക്ക് ഈ കുക്ക് ചെയ്യുന്നതിലുപരി ചൂടാക്കി കഴിക്കൽ മാത്രമേ ഉള്ളൂ. എപ്പോഴും കുക്ക് ചെയ്യാൻ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് OTG തന്നെയാണ്. അതിപ്പോൾ ഇതിലാണെങ്കിൽ പോലും നമുക്ക് അധികം അങ്ങനെ അത്ര വലിയൊരു ചെറിയ ചെറിയ പരിപാടി ചെയ്യാന്നല്ല, ഭയങ്കര ലോഡ് വർക്കൊന്നും അതിൽ കൊടുക്കാൻ പറ്റത്തില്ല. അതിനെപ്പോഴും ഇതുപോലുള്ള OTGകളായിരിക്കും ബെറ്റർ ഓപ്ഷൻ. എയർ ഫ്രയറിന്റെ അതായത് നമ്മളിങ്ങനെ ഒരു ഓപ്ഷൻ ഇട്ടിട്ട് ഫസ്റ്റ് സെയിലായത്. ഇന്നലെ വരെ വന്നവർക്ക് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഒന്നെങ്കിൽ OTG, അല്ലെങ്കിൽ ഇപ്പം ഞങ്ങൾ വീഡിയോ ഇടാനായിട്ട് എടുത്ത് വെച്ചാൽ സാധാരണ നമ്മൾ ഒരു OTGയോ അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു. പ്യൂരിഫയർ ഇപ്പോൾ ഒരു പ്യൂരിഫയർ ബേസ് വെച്ചിട്ട് ബില്ല് ചെയ്താണ് ഇപ്പോൾ 50 ആക്കിയത്. അത് ഗിഫ്റ്റും കൂടെ കയറ്റാനായിട്ടാണ് അങ്ങനെ 50 ആക്കിയത്. ഇനിയിപ്പം നിങ്ങൾക്ക് എയർ ഫ്രയറോ ഗിഫ്റ്റ് അല്ലാതെ നമ്മള് പൈസക്കോ അങ്ങനെ കൊടുക്കും. പൈസക്ക് കൊടുക്കാൻ ഇതെല്ലാം. പിന്നെ നമ്മളിപ്പോ സാധനം എടുക്കുന്നവർക്ക് ഗിഫ്റ്റ് കൊടുക്കും. എന്നാന്നറിയാം, നമ്മൾ എത്രയൊക്കെ ഓഫർ ഇട്ടാലും ആൾക്കാർ ഇപ്പം ഇതുപോലെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ അവരുടെ ഒരു ഹാപ്പിനെസ് വേറെയാണ്. നമ്മളിപ്പോൾ എത്ര വാറണ്ടി കൊടുത്തെന്ന് പറഞ്ഞാലും എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും അവർക്കൊരു സ്പൂണ് കിട്ടിയാലും മതി, അവർ ഹാപ്പിയാണ്. അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ കുഷീനായി അങ്ങനെയുള്ള എല്ലാ ബ്രാൻഡുകാരും നമുക്ക് ഈ ഓഫറുമായിട്ട് വന്നു. ഇപ്പോൾ പ്യൂർ ഫ്ലെയിംസും എല്ലാവരും വന്നു. അവരെല്ലാവരും ഒരു ചിമ്മിനി ഹോബ് എടുത്താൽ കൊടുക്കുന്നത് ഒന്നെങ്കിൽ ഒരു ഫ്രൈ പാൻ, അല്ലെങ്കിൽ ഒരു ദോശത്തവ, ഇതൊക്കെയാണ് കൊടുക്കുന്നത്. അല്ലെ മാക്സിമം പോയാൽ ഇതുപോലൊരു ഇതിൻ്റെ പേരിനാണ് ഇൻഡക്ഷൻ ബേസ് ഇതാ കൊടുക്കുന്നത്. അപ്പം ഞങ്ങൾ വിചാരിച്ച എന്തായാലും നമ്മളെല്ലാം ഇങ്ങനെ എന്തെങ്കിലും മാറ്റമുണ്ട്, എല്ലാവരുടെ ഇതിൽ നിന്നും മാറ്റം. അങ്ങനെ നമ്മൾ ഡിസൈഡ് ചെയ്തതാണ് 50,000 രൂപയുടെ പർച്ചേസ് ചെയ്താൽ. അതായത് നമുക്കിവിടെ അധികം കുറവാണ്. ഇപ്പോൾ ഈ 50,000 രൂപയുടെ താന്ന ചിമ്മിനി എന്നൊക്കെ പറയുന്നത് അങ്ങനെ പോകാറില്ല. നമുക്ക് എപ്പോഴും ബഡ്ജറ്റ് വൈസ് ഈ 50 വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അവർക്ക് കൊടുക്കുന്നത് നല്ലൊരു സാധനം കൊടുക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തത് നമ്മൾ.
ഓ കേക്ക് ഉണ്ടാക്കുന്ന ആയതുകൊണ്ടായിരിക്കും ഉമ്മ കിട്ടിയത് ആണോ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലപോലെ എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്തു തന്നു. നമ്മള് കുറെ കടകളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടുന്ന് നല്ല ക്ലിയർ ആയിട്ട് അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എല്ലാം ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞൊക്കെ തന്നു. രണ്ടു പേരും എനിക്കറിയില്ല. നോബിൾസേട്ടും അതുപോലെ എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്തു തന്നു. ആണെങ്കിലും ഓരോ പ്രൊഡക്ട്സിനെ കുറിച്ച് എങ്ങനെയൊക്കെയാ അത് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നും എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞൊക്കെ തന്നു. താങ്ക് യു. എടുത്ത ചിമ്മിനി ഇതാന്നും കൂടെ ഒന്ന് കാണിച്ചേക്കാം. പാലക്കാർക്ക് ഇത്ര നാണോ ദൈവമേ. നമ്മള് ഒന്നിച്ചാ പോകുന്നത് അങ്ങോട്ട്. ടാറ്റ തന്നെ ടാറ്റ. ചേട്ടനും കൊടുത്തേ.